ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മുടെ സെക്ഷൻ 11 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സെക്ഷൻ 11 എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എബേലിയൻ ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എബേലിയൻ ഗ്രൂപ്പ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എബേലിയൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. അതായത് ഗ്രൂപ്പിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താലാണ് അതിനെ നമ്മൾ എബേലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താ ഫൈനൈറ്റ് ഗ്രൂപ്പ്? ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഫൈനൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന എക്സാമ്പിളാണ് ഒന്ന് ഇസഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സേ ഉള്ളൂ, എലിമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാം. അതേപോലെ സിമെട്രിക് ഗ്രൂപ്പ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. സിമെട്രിക് ഗ്രൂപ്പ് എന്താ? അതിൽ ഫാക്ടോറിയൽ എലിമെൻറ്റ്സേ ഉള്ളൂ, അതും എന്തുതന്നെയാണ്? ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അതേപോലെ ആൾട്ടർനേറ്റീവ് ഗ്രൂപ്പ്, അതായത് ഈവൻ പെർമ്യൂട്ടേഷൻ്റെ ഗ്രൂപ്പ് അതും ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. പിന്നെ നമുക്കറിയാവുന്ന ഗ്രൂപ്പ് ഡൈഹഡ്ര ഗ്രൂപ്പ്. ഇന്നലെ ഞാൻ റെഗുലർ എൻഹണ്ണിൻ്റെ സിമെട്രിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതാണ് DN. ആ DNും എന്തുതന്നെയാണ്? ഫൈനൈറ്റ് ഗ്രൂപ്പ്. അതേപോലെ ഒരു എക്സാമ്പിളാണ് ക്ലൈംഫോർ ഗ്രൂപ്പ്. ക്ലൈംഫോർ ഗ്രൂപ്പിലും എന്തുതന്നെയുള്ളൂ? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് പോലെ തന്നെ ഗ്രൂപ്പിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സും ഉണ്ടെന്ന്. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഉള്ള ഗ്രൂപ്പിൽ നമുക്കറിയാവുന്ന എക്സാമ്പിളാണ് ഇസഡ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ, അതേപോലെ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ, അതുപോലെ കോംപ്ലക്സ് നമ്പർ അണ്ടർ അഡീഷൻ. ഇതെല്ലാം എന്തുതന്നെയാണ്? ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പിൽ ചില കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോൺ ഗ്രൂപ്പ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയുന്ന Z2, Z3 അതുപോലെ നോൺ ഗ്രൂപ്പ്സ്, അതേപോലെ ഫൈനൈറ്റ് ഗ്രൂപ്പ്സിൽ ക്ലൈംഫോർ ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ട് ന്യൂ ഗ്രൂപ്പ്, അതായത് മോർ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പോവുക. അങ്ങനെയുള്ള ഒരു ഐഡിയാസാണ് നമ്മളിവിടെ ഈ ഡയറക്റ്റ് പ്രൊഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എബേലിയൻ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു മോർ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മുടെ നോൺ ഗ്രൂപ്പ് കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലൈംഫോർ ഗ്രൂപ്പ് തന്നെ അതിന് ശരിക്കും ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈംഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഐസോമോർഫിക് ടു Z2 ക്രോസ് Z2 എന്നാണ് പറയുന്നത്. അതായത് Z2 നമുക്കറിയാം 2 എലിമെൻ്റ് ഉള്ള ഒരു സെറ്റ്. ആ Z2ന് ക്രോസ് Z2 ആണ് ശരിക്കും ക്ലൈംഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ ഡെഫിനേഷൻ, ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്നാൽ എന്തെന്നാണ്. ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സെറ്റ്സ് ആണ്. നമ്മൾ കുറേ സെറ്റ്സ് എടുത്തു, S1, S2 എക്സെട്ര SN എന്ന കാർട്ടീഷ്യൻ സെറ്റ്സുകൾ എടുത്തു. അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ഇൻട്രിപ്പിൾസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ഇൻട്രിപ്പിൾസ് എന്ന് പറയുന്നത് A1, A2 എക്സെട്ര AN ട്രിപ്പിൾസ് എന്ന് പറയും. നമ്മളിപ്പോൾ R² എടുത്താൽ നമ്മൾ കോർഡിനേറ്റ് വൈസ് നമ്മൾ ഓർഡേർഡ് പയർ പറയുമ്പോൾ ഓർഡേർഡ് പയർ A, B എന്ന് എഴുതും. അതേപോലെ R³ ഒരു എലമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതാം, A, B, C എന്ന് എടുക്കും. അതേപോലെ N ട്രിപ്പിൾസ് എന്ന് പറയുന്നത് A1, A2 എക്സെട്ര AN എടുക്കും. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ഈ സെറ്റ്സ് S1, S2 എക്സെട്ര SN എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പയർ N ട്രിപ്പിൾസ് A1, A2 എക്സെട്ര AN where AI belongs to SI for all I equal to 1, 2 എക്സെട്ര N. അതായത് S1, S2 എക്സെട്ര SNൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ്. ഇങ്ങനെയുള്ള സെറ്റ് അതിലുള്ള ഒരു എലിമെൻറ്റിൻ്റെ ഫോമാ N ട്രിപ്പിൾസ് ആണ് A1, A2 എക്സെട്ര AN. അതിൽ ഫസ്റ്റ് എലിമെൻറ്റ് A1 എന്ന് പറയുന്നത് S1 എന്ന് വരും, സെക്കൻഡ് എലിമെൻറ്റ് A2 എന്ന് പറയുന്നത് S2 എന്ന് വരും, എക്സെട്ര N എലിമെൻറ്റ്സ് AN എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? SNലായിരിക്കും. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ S1 ക്രോസ് S2 ക്രോസ് എക്സെട്ര ക്രോസ് SN, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് I ഈക്വൽ ടു 1, 2 എക്സെട്ര N SI എന്ന് എഴുതും. ദാറ്റ് ഈസ് S1 ക്രോസ് S2 ക്രോസ് എക്സെട്ര SN എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് I ഈക്വൽ ടു 1 to N SI സെറ്റ് A1, A2 എക്സെട്ര AN സച്ച് ദാറ്റ് AI belongs to SI for all I.
ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ സെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു കുറച്ച് ഐഡിയ കിട്ടിയല്ലോ. കുറേ സെറ്റ്സുകൾ എടുത്തു, അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് പോലെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ സെറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂ സെറ്റാണ്. അതിലുള്ള എലിമെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് n tuples ആണ്. അപ്പോൾ നമ്മളിവിടെ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ പഠിക്കുന്നത് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ നമ്മളൊരു സെറ്റ് മാത്രമല്ല, സെറ്റിൽ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ചില പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സെറ്റാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ കുറേ ഗ്രൂപ്പ് എടുത്തിട്ട് അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്താൽ അതൊരു ഗ്രൂപ്പാവോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഗ്രൂപ്പ് എടുക്കുകയാണ്. തിയറം 11.2 ആണ്. ലെറ്റ് G1 G2 എക്സെട്ര GN be a ഗ്രൂപ്പ്. കുറേ ഗ്രൂപ്പ് എടുത്തു, G1 G2 എക്സെട്ര n ഗ്രൂപ്പ്, GN വരെയുള്ള ഗ്രൂപ്പ് എടുത്തു. ഫോർ A1 A2 എക്സെട്ര AN and B1 B2 എക്സെട്ര BN in product I equal to 1 to n GI define A1 A2 etc. AN into B1 B2 etc. BN equal to A1 B1 A2 B2 etc. AN BN. Then product I equal to 1 to n GI is group. The direct product of group GI under these binary operations. അപ്പോൾ ഈ തിയറത്തിൽ എന്താ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? n ഗ്രൂപ്പ്സ് എടുത്തു, ആ n ഗ്രൂപ്പ്സിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്തു, അതിന് നമ്മൾ പ്രൊഡക്റ്റ് I equal to 1 to n GI എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ്, നമ്മൾ കുറേ സെറ്റ് എടുത്ത ഗ്രൂപ്പ് ആവണമെങ്കിൽ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തത്? അല്ല, 2 എലിമെൻറ്റ്സ് എടുത്തു, A1 A2 എക്സെട്ര ANഉം B1 B2 എക്സെട്ര BNഉം എടുത്തിട്ട് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യും എങ്ങനെ? കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇന്നത്തെ ഫസ്റ്റ് എലിമെൻറ്റ് A1ഉം രണ്ടാമത്തെ എലിമെൻറ്റ് ഫസ്റ്റ് എലിമെൻറ്റ് B1 എടുത്തു. A1 B1 ആയിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ആ എലിമെൻറ്റിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റ്. അതുപോലെ സെക്കൻഡിൽ A2ഉം B2 എടുത്താൽ A2 ഇൻറ്റു B2 എക്സെട്ര nth എലിമെൻറ്റ് AN BN എടുത്താൽ AN ഇൻറ്റു BN. ഇങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തത്. ഇനി ഈ സെറ്റ്, അതായത് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പാണെന്ന് പറയണം. ഗ്രൂപ്പാണെന്ന് പറയാൻ നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? ആദ്യം ഈ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണെന്ന് പറയണം. സെക്കൻഡ് വണ്ണ് ഇത് അസോസിയേറ്റീവ് ആണെന്ന് പറയണം. തേർഡ് വണ്ണ് ഇതിൽ ഐഡൻറ്റിറ്റി എലിമെൻ്റ് ഉണ്ടെന്ന് പറയണം. ഫോർത്ത് വണ്ണ് ഇതിൽ ഇൻവേഴ്സ് എലിമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നും പറയണം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ക്ലോസ്ഡ് ആണ്, അതായത് ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണെന്ന് പറയാനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ എങ്ങനെയാണ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തത്? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് A1 A2 എക്സെട്ര AN ഇൻറ്റു B1 B2 എക്സെട്ര BN ഈക്വൽ ടു A1 B1 A2 B2 എക്സെട്ര AN BN. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണെങ്കിൽ എന്ത് വേണം? ഈ 2 എലിമെൻ്റ് എടുത്തിട്ട് അതിന് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടിയ എലിമെൻറ്റും എങ്ങനെ ഇവിടെ ഉണ്ടാവണം? ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെറ്റിൽ ഓരോ G1 G2 എക്സെട്ര GN എന്ന് പറയുന്ന എലിമെൻറ്റ്സ് മുഴുവനും എന്തുതന്നെയാണ്? ഗ്രൂപ്പാണെന്ന് അറിയാം. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ക്ലോസ്ഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ AI എന്ന എലിമെൻറ്റ് GI ഗ്രൂപ്പാണ് ഫോർ ഓൾ I, അതായത് G1 ഗ്രൂപ്പാണ്, G2 ഗ്രൂപ്പാണ്, എക്സെട്ര GN ഗ്രൂപ്പാണ്. അപ്പോൾ ജനറലി നമ്മൾ GIത്തെ ഒരു എലിമെൻറ്റ് എടുക്കുകയാണ്. AI എന്ന് GIത്തെ എലിമെൻ്റാണ്, BI എന്ന് പറയുന്നതും GIത്തെ എലിമെൻ്റാണ്. AIയും BIയും GIയിൽ ഉണ്ടെങ്കിൽ AI ഇൻറ്റു BI എവിടെ ഉണ്ടായിരിക്കും? GIയിൽ ഉണ്ടായിരിക്കും. കാരണം മൾട്ടിപ്ലിക്കേഷനാണ് അവിടുത്തെ ഓപ്പറേഷന്. അപ്പോൾ നമുക്കറിയാം AI ഇൻറ്റു BI എന്ന് പറയുന്നത് GIയിൽ ഉണ്ടായിരിക്കും. അതായത് A1 G1-ലെടുത്തു, B1 G1-ലെടുത്താൽ A1 ഇൻറ്റു B1 G1-ലുണ്ട്. A2 G2-ലെടുത്തു, B2 G2-ലുണ്ടെങ്കിൽ A2 ഇൻറ്റു B2 എവിടെ ഉണ്ട്? G2-ലുണ്ട്. AN എന്ന് പറയുന്നത് GN-ലെടുത്തു, BNും GN-ലെടുത്താൽ AN ഇൻറ്റു BN എവിടെ ഉണ്ടാവും? GN-ലുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? A1 B1 A2 B2 എക്സെട്ര AN BN എടുത്താൽ ഈ AI ഇൻറ്റു BI എവിടെ വന്നിട്ടുണ്ടായിരിക്കും? GIയിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം n ടുപ്പിൾസിൽ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ A1 A2 എക്സെട്ര AN കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഉണ്ടാവണമെങ്കിൽ AI GIയിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ A1 B1 G1-ലുണ്ട്, A2 B2 G2-ലുണ്ട്, എക്സെട്ര ജനറലി
എ ഐ ബി ഐ എന്ന് പറയുന്നത് ജി ഐയിലുണ്ട്. അപ്പോൾ ഈ എൻ ടുപ്പിൾസ് എവിടെ ഉണ്ടായിരിക്കും? ഈ പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n ജി ഐയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to n ജി ഐ ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ഗിവൺ ഓപ്പറേഷൻസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു, ക്ലോസ്ഡ് ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 എലമെൻറ്റ്സ് എടുക്കും, എന്നിട്ട് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ പാർട്ടീഷൻ പ്രോഡക്റ്റിൽ 3 എലമെൻറ്റ്സ് എടുത്ത്, ഒന്ന് A1 A2 എക്സെട്ര AN, രണ്ടാമത്തത് B1 B2 എക്സെട്ര BN, മൂന്നാമത്തത് C1 C2 എക്സെട്ര CN. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് A1 A2 എക്സെട്ര AN ഇൻറ്റു B1 B2 എക്സെട്ര BN ഇൻറ്റു C1 C2 എക്സെട്ര CN. അപ്പോൾ A1 A2 എക്സെട്ര AN ഇൻറ്റു ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? B1 C1 B2 C2 എക്സെട്ര BN CN. വീണ്ടും നമ്മുടെ ഓപ്പറേഷൻ യൂസ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? A1 ഇൻറ്റു B1 C1 A2 ഇൻറ്റു B2 C2 എക്സെട്ര AN ഇൻറ്റു BN CN എന്ന് വന്നു. അപ്പോൾ വീണ്ടും നമുക്കറിയാം G1 ഗ്രൂപ്പാണ്, G2 ഗ്രൂപ്പാണ്, എക്സെട്ര GN ഗ്രൂപ്പാണ്. ഗ്രൂപ്പാണെങ്കിൽ അതിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ A1 B1 C1 ഗ്രൂപ്പ് എലമെൻ്റ് ആയതുകൊണ്ട്, G1 എന്ന ഗ്രൂപ്പ് എലമെൻ്റ് ആയതുകൊണ്ട് A1 B1 C1നെ നമുക്ക് എങ്ങനെ എഴുതാം? A1 B1 ഇൻറ്റു C1 എഴുതാൻ പറ്റും. അതുപോലെ A2 B2 C2 G2 എലമെൻ്റ് ആയതുകൊണ്ട്, G2 ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? A2 B2 ഇൻറ്റു C2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ AN BN എന്ന് പറയുന്നത് CN എന്ന് പറയുന്നത് GN എലമെൻ്റ് ആയതുകൊണ്ട് AN ഇൻറ്റു BN CNനെ നമുക്ക് എങ്ങനെ എഴുതാം? AN BN ഇൻറ്റു CN എന്ന് എഴുതാം. സിൻസ് ഈച്ച് GI ഈസ് എ ഗ്രൂപ്പ്, AI BI CI GIയിലുണ്ടെങ്കിൽ AI ഇൻറ്റു BI CI എന്ന് പറയുന്നത് AI BI ഇൻറ്റു CI ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതി? A1 B1 A2 B2 എക്സെട്ര AN BN ഇൻറ്റു C1 C2 എക്സെട്ര CN. സോ വിച്ച് ഈസ് ഈക്വൽ ടു A1 A2 എക്സെട്ര AN ഇൻറ്റു B1 B2 എക്സെട്ര BN ഇൻറ്റു C1 C2 എക്സെട്ര CN എഴുതി. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി തേർഡ് കണ്ടീഷൻ, കാരണം സിൻസ് GI എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, അപ്പോൾ എന്തായാലും അവിടെ എന്തുണ്ട്? ഐഡൻറ്റിറ്റി എലിമെൻറ്റ് EI എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ E1ലെ G1ലെ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് E1 എന്ന് പറയാം, G2ലെ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് E2 എന്ന് പറയാം, എക്സെട്ര GNലെ ഐഡൻറ്റിറ്റിനെ നമുക്ക് E എന്ന് പറയാം. അപ്പോൾ അവിടെ എല്ലാവരുടെയും ചേർത്ത് E1 E2 എക്സെട്ര EN എന്ന n ടുപ്പിൾസ് എവിടെ ഉണ്ടായിരിക്കും? പ്രൊഡക്റ്റ് ആയിക്കോൾ ടു 1 to n GIയിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഒരു എലമെൻ്റ് എടുത്തു, A1 E2 എക്സെട്ര AN ഇൻറ്റു E1 E2 എക്സെട്ര EN എന്നുള്ളത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം A1 E1 A2 E2 എക്സെട്ര AN EN എഴുതാം. അപ്പോൾ E1 G1ലെ ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആണ്. A1 എന്ന് പറയുന്നത് G1ത്തെ എലമെൻ്റ് ആയതുകൊണ്ട് A1 E1നെ നമുക്ക് A1 എഴുതാം. അതുപോലെ A2 E2നെ നമുക്ക് A2 എന്ന് എഴുതാം, എക്സെട്ര AN ENനെ നമുക്ക് AN എന്ന് എഴുതാം. സിമിലർലി നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെയ്യണം. അപ്പോൾ E1 E2 എക്സെട്ര EN ഇൻറ്റു A1 A2 എക്സെട്ര ANന് E1 A1 E2 E2 എക്സെട്ര EN AN. അപ്പോൾ നമുക്ക് കിട്ടുക A1 A2 എക്സെട്ര AN കിട്ടി. Therefore, E1 E2 എക്സെട്ര EN ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ പ്രൊഡക്റ്റ് I ഈക്വൽ ടു 1 to n GI കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻവേഴ്സ് എലിമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ GI ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് പറയാം AI GIയിലുണ്ടെങ്കിൽ ആ എലമെൻറ്റ്സിന് എന്തുണ്ടായിരിക്കും? ഒരു ഇൻവേഴ്സ് എലിമെൻറ്റ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ AI ഇൻവേഴ്സ് എന്ന് എഴുതണം. അപ്പോൾ G1ലെ ഇൻവേഴ്സ് A1ൻ്റെ ഇൻവേഴ്സ് A1 ഇൻവേഴ്സ്, G2ലെ A2ൻ്റെ ഇൻവേഴ്സ് A2 ഇൻവേഴ്സ്, എക്സെട്ര GNലെ ANൻ്റെ ഇൻവേഴ്സ് AN ഇൻവേഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A1 ഇൻവേഴ്സ് A2 ഇൻവേഴ്സ് എക്സെട്ര AN ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? പ്രൊഡക്റ്റ് GIയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എലമെൻറ്റ് A1 A2 എക്സെട്ര എൻ്റെ ഇൻവേഴ്സ് ആണോ എന്ന് പറയണം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. A1 A2 എക്സെട്ര ഇൻറ്റു A1 ഇൻവേഴ്സ് A2 ഇൻവേഴ്സ് എക്സെട്ര AN ഇൻവേഴ്സ് ഈക്വൽ ടു A1 A1 ഇൻവേഴ്സ്, A2 A2 ഇൻവേഴ്സ് എക്സെട്ര AN AN ഇൻവേഴ്സ് എന്ന് വരും. ഇനി അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ എന്ത് വരും? A1 എന്ന് പറയുന്നത് G1ത്തെ എലിമെൻറ്റ്, അതിൻ്റെ ഇൻവേഴ്സാണ് A1 ഇൻവേഴ്സ് എങ്കിൽ A1 ഇൻവേഴ്സ് E1 ആണെന്ന് പറയും.
അതേപോലെ A2 ഇൻവേഴ്സ് E2 എന്നാണ് പറയാം. അതുപോലെ AN ഇൻവേഴ്സ് EN ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A1 E1 E2 എക്സെട്ര EN കിട്ടി. ഈ E1 നമുക്ക് എങ്ങനെ എഴുതാം? A1 ഇൻവേഴ്സ് A1 A2 ഇൻവേഴ്സ് A2 എക്സെട്ര AN ഇൻവേഴ്സ് AN എഴുതാം. അപ്പോൾ നമുക്ക് A1 ഇൻവേഴ്സ് A2 ഇൻവേഴ്സ് എക്സെട്ര AN ഇൻവേഴ്സ് ഇൻറ്റു A1 A2 എക്സെട്ര AN എഴുതാം. ദർഫോർ ഇൻവേഴ്സ് എലിമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി. ദർഫോർ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതിലുള്ള എലിമെൻസിൻ്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കി. എന്നിട്ട് ഈ സെറ്റിന് പകരം നമ്മൾ ഗ്രൂപ്പ് എടുത്തു. എന്നിട്ട് ഗ്രൂപ്പിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്, അതായത് ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അതും ആ ഒരു പുതിയ സെറ്റും എന്തുതന്നെയാണ്? ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി കുറച്ച് നോട്ട്സാണ്. ആ നോട്ട്സിൽ എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് അല്ലേ. അതായത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി നമ്മൾ ഇതിലുള്ള ഓരോ ഗ്രൂപ്പും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കരുതാം. ഇനി നമ്മൾ ഈ അഡിറ്റീവ് നൊട്ടേഷനാണ് പ്രൊഡക്റ്റ് ജി ഐയിൽ യൂസ് ചെയ്യുന്നതെന്ന് കരുതാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ജി ഐ എന്ന് പറയുന്നത് ഡയറക്റ്റ് സം ഓഫ് ദി ഗ്രൂപ്പ് ജി ഐ എന്ന് പറയും. ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് പകരം ഡയറക്റ്റ് സം, അതായത് ആ എലിമെൻസിൻ്റെ ഓപ്പറേഷൻസ് മുഴുവൻ എങ്ങനെയായിരിക്കും? അഡീഷൻ ഫോമിൽ A1 + A2 + എക്സെട്ര AN അങ്ങനെയുള്ള ആ ഒരു ഫോമിൽ A1 + A2 അങ്ങനെയുള്ള നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അഡീഷൻ പ്രൊഡക്റ്റിന് പകരം അഡിറ്റീവ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് പകരം നമ്മൾ സമ്മ് യൂസ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് പകരം ഡയറക്റ്റ് സം എന്ന് പറയും. ഡയറക്റ്റ് സമ്മിന് നമ്മൾ നൊട്ടേഷൻ ഇതായിരിക്കും. ഇങ്ങനെയാണ് ഡയറക്റ്റ് സമ്മിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. അത് കുറച്ചും കൂടി പ്രൊഡക്റ്റിന് പകരം നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ നമ്മൾ G1 × G2 × എക്സെട്ര JNന് പകരം ഡയറക്റ്റ് സം ആകുമ്പോൾ എങ്ങനെ എഴുതാം? G1 ഡയറക്റ്റ് സം, G2 ഡയറക്റ്റ് സം, എക്സെട്ര ഡയറക്റ്റ് സം, JN. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റിന് പകരം സമ്മേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻസ് മാറുന്നത്. ശരിക്കും ലീനിയർ ആൾജിബ്ര എന്നൊരു പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഡയറക്റ്റ് സമ്മിനെയും ഡയറക്റ്റ് പ്രൊഡക്റ്റിനെയും കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് പറയുമ്പോൾ പ്രൊഡക്റ്റ് = 1 to n GI എന്ന് എഴുതും. ഡയറക്റ്റ് സം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സം എന്ന് പറയുന്നത് നമ്മളെ നൊട്ടേഷൻ ഇങ്ങനെയും ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ G1 G2 എക്സെട്ര JNൽ ഓരോ ഗ്രൂപ്പും എബീലിയൻ ഗ്രൂപ്പാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് പ്രൊഡക്റ്റും എന്തുതന്നെയായിരിക്കും? എബീലിയൻ ഗ്രൂപ്പായിരിക്കും. അതായത് G1 G2 എക്സെട്ര JN എബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇനി ഡയറക്റ്റ് പ്രൊഡക്റ്റ് എബീലിയൻ ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താ? A*B എന്ന് പറയുന്നത് = B*A ആയിരിക്കും. അപ്പോൾ ലെറ്റ് A1 A2 എക്സെട്ര ANഉം B1 B2 എക്സെട്ര BN എന്ന് പറയുന്ന 2 എലമെൻറ്റ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് എടുത്തു. A1 A2 എക്സെട്ര AN ഇൻറ്റു B1 B2 എക്സെട്ര BN എന്ന് വെച്ചാൽ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം A1 B1 A2 B2 എക്സെട്ര AN BN എഴുതി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A1 B1 എന്ന് പറയുന്നത് എവിടുത്തെ എലിമെൻറ്റാണ്? G1 എന്താണെന്ന് പറഞ്ഞ്? എബീലിയൻ ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. കാരണം G1 G2 എക്സെട്ര JN എബീലിയൻ ആയതുകൊണ്ട് G1 എബീലിയൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എബീലിയൻ ഗ്രൂപ്പാണെങ്കിൽ എന്ത് വരും? A1 B1നെ നമുക്ക് എങ്ങനെ എഴുതാം? B1 A1. ഇനി G2 എബീലിയൻ ആയതുകൊണ്ട് A2 B2നെ നമുക്ക് എങ്ങനെ എഴുതാം? B2 A2 എന്ന് എഴുതാം. എക്സെട്ര AN BNനെ നമുക്ക് എങ്ങനെ എഴുതാം? BN AN എന്ന് എഴുതാം. ഇനി = എന്ത് വരും? B1 B2 എക്സെട്ര BN ഇൻറ്റു A1 A2 എക്സെട്ര AN. അപ്പോൾ നോക്കിയേ, 2 എലിമെൻറ്റ് A1 A2 എക്സെട്ര AN ഇൻറ്റു B1 B2 എക്സെട്ര BNനെ B1 B2 എക്സെട്ര BN ഇൻറ്റു A1 A2 എക്സെട്ര AN എഴുതി. അപ്പോൾ ഈ ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് കിട്ടി? എബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ എബീലിയൻ ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്താണ്? എബീലിയൻ ആണ് എന്ന് കിട്ടി. നെക്സ്റ്റ് നോട്ട് 3 ആണ്. നോട്ട് 3 എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇഫ് GIയിൽ 6 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ G1ൽ 2 എലിമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക. G2ൽ 3 എലിമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ GNൽ 5 എലിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ഗ്രൂപ്പിൽ എഴുതുകയാണെങ്കിൽ പ്രൊഡക്റ്റ് = GIയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട് എന്നാണ്. പ്രൊഡക്റ്റ് GIയിൽ R1 R2 എക്സെട്ര Rn എലിമെൻറ്റ്സ് ഉണ്ടാവും. For in n tuple there are R1 choice for the first component for S1ൽ R1 choice, and for each of this there are R2 choice for S2. അതായത് X2 നെക്സ്റ്റ് കമ്പോണൻ്റായ S2ന് R2 ചോയ്സ് ഉണ്ട്. അങ്ങനെ ആൻഡ് സോ ഓൺ. അപ്പോൾ അത്രയും നമുക്ക് വരും. G1ൽ 6 എലമെൻറ്റ്, G2ൽ
R2 എലമെൻറ്റ്, G3യിൽ R3 എലമെൻറ്റ് എക്സെട്ര ആണെങ്കിൽ പ്രൊഡക്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര RN എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ Z2 വരുന്ന 2 എലമെൻറ്റ്സിൻ്റെ സെറ്റാണെന്ന് അറിയാം, അതായത് 0 1 സെറ്റ് 0 1. Z3 വരുന്ന 3 എലമെൻറ്റ്സിൻ്റെ സെറ്റാണ് 0 1 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യണേ Z2 ക്രോസ് Z3 എടുത്തു. അപ്പോൾ വിച്ച് ഹാസ് ഇതിൽ R1 എലമെൻറ്റ്സ്, അതായത് 2 എലമെൻറ്റ്സ്, ഇതിൽ R2 എലമെൻറ്റ്സ് 2 എലമെൻറ്റ്സ് ആണെങ്കിൽ 2 ഇൻറ്റു 3 എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 6 എലമെൻറ്റ്സ് ഉണ്ടാവും. ആ 6 എലമെൻറ്റ്സ് ഏതൊക്കെ നോക്കിയേ? 0 0, കാരണം 0 0, പിന്നെ 0 1, പിന്നെ 0 2, അതേപോലെ 1 0 1 1 1 2. നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതുപോലെ ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കി. 0 0 0 1 0 2 1 0 1 1 1 2, അങ്ങനെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കിട്ടി. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്ന ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണോ എന്ന് നോക്കുകയാണ്. സൈക്ലിക് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ നമുക്കർത്ഥം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഒരു എലിമെൻറ്റ് കൊണ്ട് ആ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് സൈക്ലിക് ഗ്രൂപ്പാണ്. അതായത് ഇതിൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു ജനറേറ്റർ കിട്ടണം. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി നെസസറി ടു ഫൈൻഡ് ജനറേറ്റർ. ജനറേറ്റർ എന്താണെന്ന് നോക്കണം. ഹിയർ ദ ഓപ്പറേഷൻ Z2 ആൻഡ് Z3 ആർ റൈറ്റ് അഡിറ്റീവ്ലി. നമ്മൾ അഡിറ്റീവ് നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡു ദ സെയിം ഇൻ ഡയറക്റ്റ് പ്രോഡക്റ്റ് സെറ്റ്. അതേപോലെ തന്നെ നൊട്ടേഷൻ തന്നെയാണ് നമ്മൾ Z2ൽ അഡിറ്റീവ് നൊട്ടേഷനാണ്, Z3യിലും അഡിറ്റീവ് നൊട്ടേഷനാണ്. അപ്പം നമ്മൾ Z2 ക്രോസ് Z3യിലും അഡിറ്റീവ് നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 1ന് 1 1 എന്നൊരു എലമെൻറ്റ് ഇതിലുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 1 1 എന്ന എലമെൻറ്റ് എടുത്തു. അതിന് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 1 1 എന്ന് കിട്ടും. 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴോ 1 1 പ്ലസ് 1 1 എന്തായി? 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് വൈസ് അല്ലേ അഡീഷൻ. അപ്പോൾ 1 പ്ലസ് 1 പറയുമ്പോൾ 2 കിട്ടും. 2 ആൻഡ് ഏതിലെ എലമെൻറ്റാണ്? ഫസ്റ്റ് കോർഡിനേറ്റ് എവിടെ നിന്നാണ് വരുന്നത്? Z2 എന്നാണ്. Z2ൽ എന്തായിരിക്കും? മോഡുലോ 2 ആണ്. അപ്പോൾ മോഡുലോ 2 പറയുമ്പോൾ 2 മോഡുലോ 2 എത്രയാണ്? 0 വരും. ഇനി അടുത്തത് 1 പ്ലസ് 1, അപ്പോൾ 2 വരും. 2 എന്ന് പറയുന്നത് Z3യിലാണ്. Z3യിൽ 2 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഇനി അടുത്തത് 1 1ന് 3 പ്രാവശ്യം ആഡ് ചെയ്തു. അപ്പോൾ കോർഡിനേറ്റ് വൈസ് അഡീഷൻ 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3, 3 അണ്ടർ മോഡുലോ 2 വരുമ്പോൾ എത്ര വരും? ബാക്കി റിമൈനിങ് 1 വരും അല്ലേ? അപ്പോൾ 1 കിട്ടി. ഇനി അടുത്തത് 1 സെക്കൻഡ് കോർഡിനേറ്റ്സ് 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3, 3 അണ്ടർ മോഡുലോ 3യിൽ എന്ത് വരും? 3ന് 3ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 0 തന്നെ വരും. ഇനി അടുത്തത് 4 പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചെയ്തു. അപ്പോൾ നമുക്ക് 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3, 3 പ്ലസ് 1 4, 4 മോഡുലോ 2യിൽ എത്ര വരും? 0, കാരണം 2ൻ്റെ മൾട്ടിപ്പിളിൽ 4 ഉണ്ടല്ലോ. ഇനി അടുത്തത് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 4 പ്രാവശ്യം ആഡ് ചെയ്തു. 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ അണ്ടർ മോഡുലോ 3യിൽ 4 മോഡുലോ 3യിൽ ഒറ്റ 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് 1 വരും. ഇതേപോലെ 5 പ്രാവശ്യം നമ്മൾ ഈ 1 1നെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 1 1 എന്ത് കിട്ടി? 0 1 എന്ന് കിട്ടി. ഇൻറ്റു പ്ലസ് 1 1 കൂടിയും ചെയ്തു. അപ്പോൾ നമുക്ക് 1 2 എന്ന് കിട്ടി. ഇനി 6 പ്രാവശ്യം ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി എലിമെൻറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് ഗ്രൂപ്പിലെ വേറെ എല്ലാ എലിമെൻറ്റ്സും കിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കുക, ഈ ഗ്രൂപ്പിൽ 6 എലിമെൻറ്റ്സും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 1 1 എന്ന് പറയുന്നതാണ് Z2 ക്രോസ് Z3യിലെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയും, അല്ല ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? ഒരു ജനറേറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ Z2 ക്രോസ് Z3 എന്താണെന്ന് പറയാം? സൈക്ലിക് ഗ്രൂപ്പാണെന്ന് പറയാം. അപ് ടു ഐസോമോർഫിസം അതൊരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് പറയും. സോ Z2 ക്രോസ് Z3 നമുക്ക് സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്കറിയാവുന്ന സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? 6 എലിമെൻ്റ് ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z6 ആണ്. അപ്പോൾ Z2 ആകെ ഒരു 6 എലിമെൻ്റ് ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പേ ഉള്ളൂ. അത് ആര് മാത്രമേ ഉള്ളൂ? Z6 മാത്രം. അപ്പോൾ Z2 ക്രോസ് Z3 ആരോട് ഐസോമോർഫിക് ആയിരിക്കും? Z6നോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും Z2 ക്രോസ് Z3യിലെ എലിമെൻറ്റ്സ് എങ്ങനെയാണ്, അല്ല എലിമെൻറ്റ്സിൻ്റെ ഫോം എന്താണ്, അത് സൈക്ലിക് ആണോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ അടുത്ത എക്സാമ്പിൾ എടുക്കുകയാണ് Z3 ക്രോസ് Z3 എന്ന് പറയുന്നത്.
ഇതൊരു എത്ര എലിമെൻറ്റ്സ് ഉണ്ട് ഇതിൽ? 9 എലിമെൻറ്റ്സ് ഉണ്ട് അല്ലേ? കാരണം 3 × 3 പറയുമ്പോൾ 9 എലിമെൻറ്റ്സ് ഉണ്ട്. 9 എലിമെൻറ്റ്സ് ഉണ്ടെന്ന് എത്ര എലിമെൻറ്റ്സ് ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. 9 എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിലുള്ള എലിമെൻറ്റ്സ് ഒന്ന് സൈഡിൽ ചെയ്ത് നോക്കുക. ഞാൻ അതും കൂടി ഇവിടെ ചെയ്താൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. നിങ്ങളായിട്ട് ജനറലി ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും കൂടി കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കുക. Z2 × Z3 എലിമെൻറ്റ്സ് ഞാൻ എഴുതിയതുപോലെ ഈ Z3 × Z3 എലിമെൻറ്റ്സ് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു ദിസ് ഗ്രൂപ്പ് ഹാസ് 9 എലിമെൻറ്റ് ഉണ്ട്. ഇനി ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണോ നോക്കണം. സൈക്ലിക് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്താണ് പ്രോപ്പർട്ടി? അതിൽ ഒരു ജനറേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇവിടെയും Z3 അഡിറ്റീവാണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻസ് ഓപ്പറേഷൻസ്, അതുകൊണ്ട് അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലും അഡിറ്റീവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Z3 എലിമെൻറ്റ് പറഞ്ഞാൽ നമുക്കറിയാം 0ഉം 1ഉം 2ഉം ആണ്. അപ്പോൾ നമുക്ക് ഈ 0നെ ഒറ്റവട്ടം ആഡ് ചെയ്താൽ തന്നെ 0 കിട്ടും. 1നെ 3 പ്രാവശ്യം ആഡ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടും അല്ലേ? അതേപോലെ 2നെ 3 പ്രാവശ്യം ആഡ് ചെയ്താൽ 2 + 2 + 2 6 ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ ഇതിലുള്ള എല്ലാ എലിമെൻറ്റ്സിനെയും 3 പ്രാവശ്യം ആഡ് ചെയ്താൽ 3 ടൈംസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഐഡൻറ്റിറ്റി കിട്ടുക. അപ്പോൾ സെയിം ഇൻ ട്രൂ ഇൻ കേസ് ഓഫ് Z3 × Z3. Z3 × Z3 ഏത് എലിമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴത്തേനും എന്തെന്നെ വരും? ഐഡൻറ്റിറ്റി വരും. ഐഡൻറ്റിറ്റി വന്നാൽ എന്താ സംഭവിക്കുക? പിന്നീട് ബാക്കിയുള്ള എലിമെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇനി ഇതേ റിപ്പീറ്റ് ചെയ്ത എലിമെൻറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതത്തെ Z3 × Z3 ഏത് എലിമെൻ്റ് എടുത്താലും എന്ത് ചെയ്യും? നമുക്ക് 3 എലിമെൻറ്റ്സേ ആ സെറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഒരു എലിമെൻറ്റിൻ്റെയും ഓർഡർ എന്തായിട്ട് വരില്ല? 9 ആയിട്ട് വരില്ല അല്ലേ? പക്ഷെ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താ വരുന്നത്? 9 ആണ് വരുന്നത്. അപ്പോൾ ദസ് നോ എലിമെൻറ്റ് ക്യാൻ ജനറേറ്റ് ദ ഗ്രൂപ്പ്. ഒരു എലിമെൻറ്റും എന്താവില്ല? ഈ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് Z3 × Z3 എന്തല്ല എന്ന് പറയാൻ പറ്റും? ഒരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൻ്റെ ഓർഡറും ഏതെങ്കിലും ആ ജനറേറ്ററിൻ്റെ ഓർഡറും എന്തുതന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 9 ആണ്. പക്ഷേ ഇതിൽ ഏത് എലിമെൻ്റ് എടുത്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലും എല്ലാ എലിമെൻറ്റ്സിൻ്റെ ഓർഡറും എന്തുതന്നെയാണ് വരിക? 3 വരുള്ളൂ. ഒരിക്കലും 9 വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു എലിമെൻ്റ് കൊണ്ടും ഈ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇതെന്തല്ല? ഒരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല എന്ന് പറയാൻ പറ്റും. സിമിലർ ആർഗ്യുമെൻ്റാണ് Z2 × Z2 ചെയ്യുന്നത്. അപ്പോൾ ഈ Z2 × Z2 ഞാൻ പറഞ്ഞു അതൊരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല, അതൊരു ആരോട് ഐസോമോർഫിക് ആണ്? ക്ലൈംഫോ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്തിനും ചെയ്യുക? Z2 × Z2 ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അതെന്തുകൊണ്ടാണ് അതൊരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ ജനറേറ്റർ എങ്ങനെയാണ്, ജനറേറ്റർ അതിനുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഐഡിയാസ് അതിലൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ തനിയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതായത് ഇത് നോക്കാതെ തന്നെ തനിയൊന്ന് ചെയ്ത് നോക്കുക. കാരണം Z2 × Z2 എലിമെൻറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം? ഈ Z2 2 എലിമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ Z2 × Z2 എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നിങ്ങളൊന്ന് എലിമെൻറ്റ്സ് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് അതിൽ ഓരോ എലിമെൻറ്റും എടുക്കുക. 0 0 0 1 അതുപോലെ 1 0 1 1 ഇതിൽ ഓരോ എലിമെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്തിട്ട് 4 ടൈംസ് ആഡ് ചെയ്താലേ ഐഡൻറ്റിറ്റി കിട്ടാവുന്ന എലിമെൻറ്റ് ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ ആണെങ്കിൽ അതാണ് അതിൻ്റെ ജനറേറ്റർ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇതിൻ്റെ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ നോട്ട് എന്തായാലും ഇതിൽ ക്ലിയർ ആവില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നോട്ട് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നോട്ട് ആദ്യം എഴുതിയിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. അല്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ച ശേഷം നോട്ട് എഴുതുക. നോട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതാതിരിക്കരുത്. ഒരു പക്ഷേ ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യാനാണ് പറയുക. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ നോട്ട് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ.